എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കെ.വി. ദയാൽ. ഞാൻ ആരോഗ്യ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് വളരെ പ്രകടമായ ചില മാറ്റങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. അത് ഹോർമോണൽ ഇൻബാലൻസാണ്. ഹോർമോണൽ ഇൻബാലൻസ് അതായത് സ്ത്രീകളിൽ പുരുഷത്വം കൂടുതൽ അധികരിക്കുക, പുരുഷനിൽ സ്ത്രീത്വം കൂടി വരിക. ഇത് വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഇപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ഹോർമോൺ തീറ്റ കൊടുത്ത് വളർത്തുന്നതാണ്. മീൻ ഹോർമോൺ തീറ്റ കൊടുത്ത് വളർത്തുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കുറേ ഹോർമോൺസ് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന ഒരു ഹോർമോണൽ ഇമ്പാക്റ്റ്, ഡിഫറൻസ് ഉണ്ടാക്കുന്നത് വളരെ പ്രശ്നമായിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി പച്ചക്കറികളിലും പഴങ്ങളിലും എല്ലാം അടിച്ചു വരുന്ന, ഇപ്പോൾ പൈനാപ്പിളിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് പൈനാപ്പിൾ ഒരുപോലെ കായ്ക്കുന്നത്. ഒരുപോലെ കായ്പ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഹോർമോൺ. പഴങ്ങളിൽ ഹോർമോൺ, കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഹോർമോൺ ചേർന്ന കീടനാശിനി. അരിയിൽ പോലും ഹോർമോൺ തളിക്കുന്നതായിട്ട് ഈയിടെ മനസ്സിലായിട്ടുണ്ട്. അരിയിൽ പോലും, ചെടി സസ്യങ്ങൾ, നെൽച്ചെടിയിൽ പോലും ഹോർമോൺ തളിച്ചുണ്ട്. അതായത് കായ്കൾ മുഴുത്തിരിക്കാനും ഭംഗിയായിട്ടിരിക്കാനും കീടം കുത്താതിരിക്കാനും കീടനാശിനി, അതായത് കീടനാശിനിയോടൊപ്പം കുറേ ഹോർമോൺ കൂടി ചേർത്ത് കൊണ്ട് വരുന്ന ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ പുരുഷൻ്റെ ഉള്ളിലും ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ ഉള്ളിലൊരു പുരുഷനുണ്ട്. ഇത് നമ്മൾ ജീവൻ്റെ ഘടന പഠിക്കുമ്പോൾ, സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇത് അതിൻ്റെ ബാലൻസ് കൊണ്ടാണ് സ്ത്രീ ആയിട്ടിരിക്കുന്നതും പുരുഷൻ പുരുഷനായിട്ടിരിക്കുന്നതും. ഈ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഇതിന് പരിഹാരം എന്താണെന്നുള്ളതാണ് പ്രശ്നം. പരിഹാരം ഇടയ്ക്ക് വരുന്നവരിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഹോർമോൺ കറക്റ്റ് ചെയ്യാനുള്ള ട്രേസ് എലമെൻറ്റ്സ് എന്തെല്ലാമാണോ ആ ട്രേസ് എലമെൻറ്റ് കൊടുത്തിട്ട് പുറമേ നിന്നുമുള്ള ഒരു ഹോർമോൺ കൊടുക്കുക എന്നുള്ളതാണ്. പുറമേ നിന്നൊരു സപ്പോർട്ടീവ് ഹോർമോൺ കൊടുക്കണം. ട്രേസ് എലമെൻറ്റ്, ഇപ്പോൾ തൈറോയിഡിന് ട്രേസ് എലമെൻ്റായിട്ട് കൊടുക്കണം, അയഡിൻ കണ്ടൻറ്റ് ഉള്ളതാണ്. ലിവറിന് B5, B12 പോലെയുള്ളതാണ് കൊടുക്കുക. പിന്നെ പാങ്ക്രിയാസിന് സൾഫറാണ്. ഇങ്ങനെയുള്ള ട്രേസ് എലമെൻറ്റുകളുള്ള ഭക്ഷണം കൊടുക്കുകയും ഒപ്പം സപ്പോർട്ടീവായിട്ട് ഹോർമോൺ കൂടി കൊടുക്കണം. ഹോർമോൺ എന്ന് പറഞ്ഞാൽ എല്ലാ തളിരിലകളിലും ഹോർമോണുണ്ട്. കാരണം ഒരു തളിരില പച്ച നിറത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹോർമോൺ വേണം. എല്ലാ മൊട്ടിലും ഹോർമോണുണ്ട്. ഒരു ചെമ്പരത്തി മൊട്ട് നാളെ വിടരണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു പക്വമായ ഹോർമോണുണ്ട്. ഈ ഹോർമോൺ എല്ലാം മനുഷ്യ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തളിരിലകൾ, ഇപ്പോൾ പേരയുടെ തളിരില, ചാമ്പയുടെ തളിരില, മാവിൻ്റെ തളിരില, പിന്നെ അശോകത്തിൻ്റെ തളിരില. ഏറ്റവും വണ്ടർഫുൾ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അശോകം, പൊന്നശോകം എന്ന് പറയുന്ന മരത്തിൻ്റെ തളിരില, നല്ല നാട പോലെ കിടക്കുന്ന തളിരില 4 എണ്ണം അരച്ച് കരിക്കിൻ വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളിലുള്ള ഹോർമോണൽ ഇൻബാലൻസ്, മെൻസസ് ഡിസോർഡർ ഇതെല്ലാം മാറി വരുന്നുണ്ട്. ഒപ്പം ട്രേസ് എലമെൻ്റ് ഉള്ള സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ലിവറിനാണെങ്കിൽ വിറ്റാമിൻ B5 വേണം. B5 വേണമെന്നുണ്ടെങ്കിൽ പൂരശൻ്റെ ഇലയിൽ നിന്ന് കിട്ടും. പിന്നെ അയഡിൻ വേണമെന്നുണ്ടെങ്കിൽ അകത്തിച്ചീരയിൽ നിന്ന് കിട്ടും. സൾഫർ കണ്ടൻ്റ് ഉള്ളത് പിന്നെ അവക്കടയിൽ നിന്ന് കിട്ടും. ഇങ്ങനെ ഓരോ ഗ്ലാൻഡുകളും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ട്രേസ് എലമെൻറ്റുകളും മനുഷ്യ ശരീരത്തിന് കിട്ടണം. സപ്പോർട്ടീവായിട്ട് ഒരു ഹോർമോൺ, നാച്ചുറൽ ഹോർമോൺ നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇത് അപകടകരമായ ഒരു സ്റ്റേജിലേക്ക് നീങ്ങിക്കഴിച്ചിരിക്കുന്നു. കുട്ടികളുണ്ടാകാതെ വരുന്നു. കുട്ടികളുണ്ടാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സ്ത്രീകളിൽ എഗ്ഗ് സമയത്ത് റിലീസാകാതിരിക്കുന്നു. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളനുസരിച്ച് അത് കൃത്യമായി റിലീസ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ മെൻസസ് ഡിസോർഡർ വരുന്നു. ഇതെല്ലാം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ട്രേസ് എലമെൻറ്റുകളും കൊടുക്കുന്ന ഭക്ഷണം, തക്കാളി, മത്തൻ, മധുരക്കിഴങ്ങ്, വാഴപ്പഴങ്ങൾ ഇതെല്ലാം കഴിച്ചേ പറ്റൂ. ഇതിന് നമ്മളിപ്പോൾ ഒരു വഴി കണ്ടുപിടിച്ചിരിക്കുന്നത്, സകല ട്രേസ് എലമെൻറ്റും കടൽ പായലിലുണ്ട്, കടൽ വെള്ളത്തിലുണ്ട്, കടൽ മീനിലുണ്ട്, കടൽ കക്കയിലുണ്ട്. ഇതെല്ലാം വളമായി കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ജൈവ കൃഷി ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ വെറുതെ വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ ട്രേസ് എലമെൻറ്റുകളും,
അതായത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കൃഷിയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവൻ വിഷമാണ്, ഒരു സൂക്ഷ്മ മൂലകങ്ങളും ഇല്ലാത്തതാണ്, പോഷണങ്ങളില്ലാത്തതാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ അവരവർക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു കുറച്ച് ശതമാനമെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും അതിന് കടൽ വെള്ളം ഉപയോഗിച്ച് 1 ലിറ്റർ കടൽ വെള്ളത്തിൽ 30 ലിറ്റർ നല്ല വെള്ളം ചേർത്ത് ആഴ്ചയിലൊരിക്കൽ ഓരോ ലിറ്റർ ഓരോ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രേസ് എലമെൻറ്റ് ഡെഫിഷ്യൻസി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഇത് അമേരിക്കയിൽ നടന്നിട്ടുള്ള 40 വർഷം നടന്ന സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. വെറുതെ കണ്ണടച്ച് ചെയ്യുന്ന കാര്യമല്ല, നമ്മളത് ചെയ്തു നോക്കുകയും ചെയ്തു. ഇത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. ഹോർമോണൽ ഇൻബാലൻസ് വളരെ കോമൺ ആയിരിക്കുന്നു ആണിലും പെണ്ണിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമെന്ന രീതിയിൽ ഹോർമോൺ ചികിത്സയ്ക്കല്ല പോകണ്ടേ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മെത്തേഡിനല്ല പോകേണ്ടത്, നാച്ചുറൽ മെത്തേഡിലേക്ക് തന്നെ നമ്മൾ മാറേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനം എല്ലാം ഒരുങ്ങിയിരിക്കുന്നു.